അഗ്നിയിലേക്ക് പറന്നു വീഴേണ്ട ശലഭമാണെന്ന പഴയ പുരുഷ സങ്കല്പത്തെ പൊളിച്ചെഴുതാം. ഇനി ഒരഹങ്കാരം കൂടിയുണ്ട് എനിക്ക്. പെണ്ണിന്റെ നിശ്വാസത്തിൽ ആടിയുലയുന്ന ഈ നാട്ടിൽ പെണ്ണായി ജനിച്ച് പെണ്ണായി ജീവിച്ച് പെണ്ണായി മരിക്കണമെന്ന് ഈ വിരൽ ചൂണ്ടാനുള്ളതാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഓർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്റെ ദൗത്യമാണ്. അവൾ അഗ്നിയിലേക്ക് പറന്നു വീഴേണ്ട ശലഭമാണെന്ന പഴയ പുരുഷ സങ്കല്പത്തെ പൊളിച്ചെഴുതാൻ കണ്ണിൽ 1000 സൂര്യന്മാരെയും ജ്വലിപ്പിച്ച് പുനർജനിച്ചവൾ. അവൾ കേവലം ഒരു കഥയല്ല, നിങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന, നിങ്ങൾക്ക് നേരെ പിടിക്കുന്ന ഒരു സമതല ദർപ്പണമാകുന്നു. നാടകം പെൺകുരുതി, രചന ആശാമ, സംവിധാനം ഹാരിസ്. നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഈ ലഘുനാടകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അവളെ കണ്ടാൽ നിങ്ങൾ തമ്മിൽ തല്ലും. അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാമറിയത്ത് നിർത്തിയിരിക്കുന്നത്. അതിമനോഹരിയാണ്. വളരെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് അവളെ സ്വന്തമാക്കാം. മുല്ലമുട്ട് പോലത്തെ ദണ്ഡനിരകൾ, കരിങ്കൂവളപ്പൂ പോലത്തെ നയനങ്ങൾ, കരിവണ്ട് പോലത്തെ കാക്കുന്തൽ. പോരെ, നിങ്ങൾ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇത്രയുമൊക്കെ അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞോണ്ട് കാര്യമില്ല. അതാ അവളെ കളിക്ക്. നിങ്ങളോട് ആരാണ്? അതവിടെ ഇത്രയും നാൾ ഞാനായിരുന്നു അവളുടെ ഭർത്താവ്. ഇതൊരു പെൺചന്തയാണ്. ഇവിടെ ഒരു മറയുടെയും ആവശ്യമില്ല. നിങ്ങൾ അവളെ വിളിക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ. ബാക്കി കാര്യം പിന്നെ. അതിനുമായി പോറ്റുന്നല്ലേ ഒരു നാൽക്കാലി വാങ്ങിക്കുന്നത്? ശരിയാ, ഒരു നാൽക്കാലി ആവുമ്പോൾ വാങ്ങുന്നതൊരു ലാഭമാണ്. ചാണം പിടിച്ച് പണം ഉണ്ടാക്കാം, എല്ലാം കൂടുതൽ കൃഷിക്ക് ഉപയോഗിക്കാം. വെള്ളം മുടന്തോ പറ്റി വന്നാൽ ഇറച്ചി വിലക്ക് വിൽക്കാം. അറിവില്ലായ്മ അത്രേ ഉള്ളൂ. അവളെ ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയാണോ? പരിപാവനവും പരിശുദ്ധവുമായ ഈ പെൺചന്തയിൽ ഞാനൊരുത്തിയെ കൊണ്ടുവരുമ്പോൾ അതും എന്റെ ഭാര്യയെ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അത്രയ്ക്ക് മനോഹരിയാണെങ്കിൽ താനെന്ത് വിളിക്കണം? മൗര്യദേശത്തെ പെൺചന്തയിൽ ഇന്നോളം പ്രേരിതം ചെയ്യപ്പെട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കരുത്. ഞാനൊരു പാരമ്പര്യവാദിയാണ്. പൂർവികർ ചെയ്തത് കണ്ണുമടച്ച് പിന്തുടരുന്നു. ശരി ശരി, നീ അവളെ കുറിച്ച് പറ. താല്പര്യമുള്ള കച്ചവടക്കാരൻ എത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത്
നിങ്ങൾ മാറി നിൽക്കൂ. എനിക്ക് അവളെ വിറ്റിട്ട് വേണം ആടിനെ വാങ്ങാൻ. കാരണന്ന് പറയണോ? എനിക്ക് തീർച്ചയായി അവളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അഹങ്കാരമാണെന്ന് കരുതില്ലേ? പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ കുറിച്ച് വിവരിക്കുക? പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് പോലെ ഉടുരാജമുഖി, മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. എന്ന് വെച്ചാൽ എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനെ പോലെ മുഖമുള്ളവളും മൃഗങ്ങളുടെ രാജാവായ സിംഹത്തിന്റെ അരക്കെട്ടുള്ളവളും ആനകളുടെ രാജാവ് നടക്കുന്നത് പോലെ കുഴഞ്ഞ നടപ്പുള്ളവളും പോരെ? ഇത്രയും പോരെ? നീ എന്റെ കൈ കൊണ്ട് ചാവും. അതിന് അവളെ സൗജന്യമായി കാണാനുള്ള മോഹം മനസ്സിലിരിക്കട്ടെ. അവളുടെ മോഹം കാണുമെങ്കിൽ പൈസ തന്നെ. അപ്പൊ നീ നിന്റെ പെണ്ണിനെ ചന്തയിൽ ഇല്ല, ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഞാനാണ് ഈ മൗര്യദേശത്തിന്റെ മൂപ്പൻ. മൗര്യദേശത്തെ നിയമങ്ങൾ കാലിയമ്പിൽ ബ്രാഹ്മി ഭാഷയിൽ ആലേഖനം ചെയ്യപ്പെട്ടുള്ളവയാണ്. ഒരു കൊടുങ്കാറ്റിനും അവയെ മാറ്റാനാവില്ല. പെൺചന്തയ്ക്ക് നിയമങ്ങൾ ബാധകം. ഇല്ല, ഞങ്ങളെ നിയമത്തെ ചോദ്യം ചെയ്തില്ല. പിന്നെ എന്റെ അനുവാദമില്ലാതെ പെൺചന്ത തുടങ്ങിയത്? ഇല്ല, ഞങ്ങൾ മൂപ്പൻ വരുന്ന കാത്തിരിക്കുകയായിരുന്നു. ശരി, ആരാണ് ഇത് വിൽപ്പന ചരക്ക്? അവന്റെ ഭാര്യ. എങ്കിൽ തുടങ്ങാം. നിന്റെ വാക്കുകളിൽ വിറയൽ. അതിനർത്ഥം കുട്ടി പെണ്ണാണെന്നല്ലേ? അല്ലേ? എന്ത് ചെയ്യണമെന്നറിയില്ലേ? പക്ഷേ ഉഷക്കായ പുരട്ടിയിട്ടു മരിച്ചില്ല അല്ലേ? ആലോചിക്കേണ്ട വിഷയമാണ്. കൊടും വിഷമേറ്റാൽ പോലും മരിക്കാത്ത അവസ്ഥയിലേക്ക് മൗര്യദേശത്തെ പെൺകുട്ടികൾ പ്രതിരോധം ആർജിച്ചിരിക്കുന്നുവെന്നോ? അതിനർത്ഥം പെൺവർഗം കൂടുന്നു എന്നല്ലേ? ഇന്നു രാത്രി തന്നെ അതിനെ കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിക്കുക. ശരി. പക്ഷേ കുട്ടിയുടെ ദേഹത്ത് ഒരു കോഴിയെ അറുത്ത് അതിന്റെ ചോര വീഴ്ത്താൻ മറക്കരുത്. ചോരയുടെ മണം കുറുനരികളെ ആകർഷിക്കും. ഒരു കാരണവശാലും അത് ജീവിക്കാൻ പാടില്ല. ശരി. ചന്ത ദിവസം തന്നെ അശുഭ ലക്ഷണമാണല്ലോ. വിഷമരങ്ങൾ കുറെ അധികം നട്ടുപിടിപ്പിക്കേണ്ടി വരും. കരിമ്പിൻകാട്ടിൽ ചെന്നായ്കൾക്ക് എപ്പോഴും ഭക്ഷണം ഉറപ്പാക്കണം. തുടർച്ചയായി ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ അവറ്റവ മറ്റുള്ളിടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ മൗര്യദേശം പെൺകുട്ടികളാൽ മലീനസമാകും. തുടങ്ങാം. അവളുടെ പ്രത്യേകതകൾ പറയും. പ്രത്യേകതകളെ അവൾക്കുള്ളൂ. അല്പം
നേരത്തോളം ആഹാരം, അതും നിങ്ങൾ കഴിക്കുന്നതിന്റെ ഉച്ഛിഷ്ടമായാലും മതി. രാപ്പകൽ പണിയെടുക്കും. അതിലുമുപരി സ്ത്രീജനങ്ങളെ പ്രസവിക്കില്ല. ഓ, അതെങ്ങനെ? കുഞ്ഞായിരിക്കുമ്പോൾ ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരു സിദ്ധൻ പൂജിച്ച് ഭസ്മം നൽകിയിട്ടുണ്ട്. അതല്ലേ ആദ്യം പറയേണ്ടത്. ഏറ്റവും നല്ല ഗുണം അതല്ലേ. തല്ലോ ചവിട്ടോ എല്ലാം സഹിക്കും. അറിയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഇത് വെച്ച് തുടങ്ങാം. ശരി, ആരംഭിക്കാം. സ്വർണ്ണ രൂപയിൽ നിന്നോ, രുബ്യ രൂപയിൽ നിന്നോ, ശിശോ രൂപയിൽ നിന്നോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് രൂപയേ ഉള്ളൂ. എങ്കിൽ 10 രൂപയിൽ നിന്ന് തുടങ്ങാം. രൂപ, ഒരു വാക്ക്. 20 രൂപ, 30 രൂപ, 1 കോടി രൂപ. ഞാൻ തരും. ആരാണ് ഈ ഭ്രാന്തനെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ഞാൻ സ്വതന്ത്രനാണ്. ഒരു മൂപ്പനെയും ഞാൻ ഭയപ്പെടില്ല. സ്വന്തം ഭാര്യയെ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ച നിനക്ക് ഭ്രാന്തില്ല. വിൽപ്പനയ്ക്ക് വെച്ച പെണ്ണിനെ അധികാരത്തിന്റെ മേലങ്കി അണിഞ്ഞ് കൂട്ടിക്കൊടുക്കുന്ന മൂപ്പന് ഭ്രാന്തില്ല. മുഴുവൻ തൊണ്ണുമായി കുറഞ്ഞ വിലയ്ക്ക് പെണ്ണിനെ വാങ്ങാൻ വകി നിൽക്കുന്ന ദേശക്കാർക്ക് ഭ്രാന്തില്ല. പക്ഷേ എനിക്ക് ഭ്രാന്തുണ്ട്. ഈ വിരൽ ചൂണ്ടാനുള്ളതാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കും. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്റെ ദൗത്യമാണ്. അധികാരത്തിന് മേൽ നീ ചൂണ്ടുന്ന ഈ വിരൽ എനിക്ക് അറുത്തു മാറ്റാൻ അറിയാഞ്ഞിട്ടല്ല. ഒന്നിനെ എന്റെ പ്രതിഷേധം അവസാനിപ്പിക്കാനാണെങ്കിൽ ഓർത്തുമാറ്റിയ വിരൽ നൊറ്റു വീഴുന്ന രുദ്രം കൊണ്ട് മൗര്യദേശത്തിൽ അവശേഷിക്കുന്ന സ്ത്രീ ഹൃദയത്തിൽ ഞാൻ എഴുതും സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഗാഥ. മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അയാൾ പറയുന്ന കാര്യമുണ്ട്. ഇത് അപകടമാണ്. ഇവന്റെ ജൽപ്പനങ്ങൾക്ക് ദേശം ചെവിയോർത്താൽ നാം നൂറ്റാണ്ടുകളായി കെട്ടിപ്പൊക്കിയ ഐതിഹ്യ പെരുമ ഒലിച്ചു പോകും. നിങ്ങളുടെ കണ്ണിലെ ഈ ഭ്രാന്തന്റെ വാക്കിനെ മൂപ്പൻ പേടിക്കുന്നുവെങ്കിൽ ഓർത്തോ, മൗര്യദേശത്തിന്റെ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടി തുടങ്ങിയിരിക്കുന്നു. മൗര്യദേശ പെരുമയെ ഭ്രാന്തൻ ആശയങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യുന്ന നിനക്ക് ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കുന്നു. എനിക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? കടന്നു പോകൂ. ഇതൊരു പവിത്രമായ ഇടമാണ്. പാരമ്പര്യ നിഷേധികൾക്ക് നിഷിദ്ധമാണ് ഇവിടം. പോകൂ. ആ കാണുന്ന ഹിമാലയത്തിലെ മഞ്ഞൊരുകി തീർന്നാൽ അത് വെറും പാറയായി മാറും. കരിമ്പാറ കൂട്ടങ്ങൾ ഒരിക്കൽ അതും സംഭവിക്കും. പിന്നെ അവ സൂര്യന്റെ ചൂടിന് നേരിട്ടേറ്റു വന്നു. ഈ ഗ്രാമം എങ്ങനെ ചൂടേറ്റ് കത്തിത്തീരും. നിന്റെ സ്വപ്നങ്ങൾ അത് നിനക്ക് നഷ്ടമേ ഉണ്ടാക്കും. നീ ഇപ്പോൾ പോയില്ലെങ്കിൽ ദേശവാസികൾ നിന്നെ ബലം പ്രയോഗിച്ച് പുറത്താക്കും. ഞാൻ പോകാം. പക്ഷേ എന്തു പക്ഷേ? ഞാനറിയാതെ നിങ്ങൾ ചന്തയിൽ പിടിച്ചുകൊണ്ടുപോയിട്ട എന്റെ ഭാര്യ എനിക്ക് വേണം. അതിനു മുൻപ് നിങ്ങൾ ഇട്ട എന്റെ അമ്മ. കാലങ്ങളായി ഈ നാട് പിന്തുടരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആർക്കും അതിൽ നിന്ന് മറികടക്കാനാവില്ല. നിനക്കും. എന്റെ സമ്മതമില്ലാതെ എന്റെ ഭാര്യ അമ്മയെ വിൽക്കാൻ നിങ്ങളാരെ?
അതെന്റെ അവകാശമാണ്. കാരണം ഞാൻ നിന്റെ അച്ഛനാണ്. ഓർത്തോ, മൗര്യദേശത്ത് ഒരു പെൺകുട്ടി ജനിച്ചാൽ അശുഭ ലക്ഷണമാകുന്നു. അതിനാൽ അതിർത്തിയിൽ നാം വച്ചുപിടിപ്പിച്ച വിഷച്ചെടിയുടെ കായ സ്തനങ്ങളിൽ അരച്ചു പുരട്ടി കുഞ്ഞിന് പാല് കൊടുക്കുന്നു. പാലിനൊപ്പം വിഷവും കഴിച്ച് അത് രക്ഷപ്പെട്ടാൽ അന്നു രാത്രി തന്നെ അതിനെ കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിക്കുന്നു. ഉറുനരികൾക്ക് ഭക്ഷണമാകാതെ അത് വീണ്ടും രക്ഷപ്പെടുകയാണെങ്കിൽ അതിന് ജീവിക്കാം. മൃഗങ്ങൾക്കൊപ്പം അല്ല, അതിനും താഴെ. അവൾ നിന്റെ ഭാര്യയല്ലേ? അതെ, അതിന് നിന്റെ മക്കളുടെ അമ്മയല്ലേ അവൾ? നിനക്ക് വെച്ച് വിളമ്പി തന്നവൾ, നിന്റെ നോവുകൾക്ക് കൂട്ടിയിട്ടവൾ. മതി, നിർത്തു. കേട്ടിട്ട് പേടിയാവുന്നു. ഭൂമി കുലുങ്ങും, ഹിമാലയം അടരും. ഈ ഗ്രാമത്തിന് മീതെ ഒരു കരിമ്പടം പുതച്ചതുപോലെ അത് നിവർന്ന് കിടക്കും. പുകൾപ്പെട്ടൊരു ദേശത്തിന്റെ അന്ത്യമായിരിക്കും പിന്നെ നിങ്ങൾ കാണുക. അല്ലെങ്കിലും നിങ്ങളൊക്കെ നെഞ്ചുപൊട്ടി പിടഞ്ഞായിരിക്കും മരിക്കുക. നെഞ്ചുപൊട്ടി പിടഞ്ഞ് നിങ്ങൾ കൈകാലിട്ടടിക്കുമ്പോൾ നിങ്ങൾ കൊന്നൊടുക്കിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രോദനം നിങ്ങളുടെ കണ്ണപടങ്ങൾ തുളച്ചു കയറും. നിങ്ങൾ പണത്തിന് വേണ്ടി മാത്രം വിറ്റ എന്റെ അമ്മയുടെയും ഭാര്യയുടെയും കണ്ണീരിലായിരിക്കും നിങ്ങൾ മുങ്ങി വയ്ക്കുക. നീ ഇത് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലമുറയില്ലേ? ഈ മൗര്യദേശത്തിലെ ഒരാളെങ്കിലും നിന്റെ കൂടെ എന്തിന്? ഞാൻ ഒരുത്തൻ മതി. ആ ഹിമാലയ ശിഖരത്തിൽ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി എല്ലാം തകരാൻ. ഈ ഗ്രാമം വെറുമൊരു മൺകൂനയായി മാറും. നീ ഒന്ന് മാറി തരുമോ? ഞാൻ എന്റെ പെണ്ണിനെ വെക്കണ്ടേ? ഈ മാമൂലുകൾക്ക് വേണ്ടി മാത്രം ജീവൻ നിലനിർത്തണമായിരുന്നു. അതിർത്തിയിലെ വിഷക്കാരികൾ ഒന്നതെന്ന് നിനക്ക് എന്നേക്കുമായി രക്ഷപ്പെട്ടു കൂടായിരുന്നു. നമുക്ക് തുടങ്ങാം. ₹10 ₹20 ₹30 ₹40 ₹50. ഒന്ന് നിൽക്കണം. കണ്ടാലറിയാം ഒരു പരദേശിയാണ്. നീ എവിടെ നിന്ന് വരുന്നു? വിന്ധ്യപർവ്വത നിരകൾക്കപ്പുറത്ത് നിന്ന്. ഏറെ ദൂരത്തു നിന്ന്
വരവിന്റെ ഉദ്ദേശം? ഞാനൊരു പത്രപ്രവർത്തകനാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ചന്തയിൽ പെണ്ണിനെ വിൽപ്പനയ്ക്കുണ്ട്. കൊച്ചു സുന്ദരി തന്നെ. ഇവിടെ ഒരു ഫോട്ടോ ഞാനിട്ടുണ്ട്. പതിവിലേക്ക് വന്ന ഇടിമുഴക്കം മനുഷ്യരെ ഭയപ്പെടുത്തി കളഞ്ഞു. ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അന്യദേശത്തേക്ക് ഞങ്ങൾ സ്ത്രീകളെ വിൽക്കാറില്ല. അതാണ് പാരമ്പര്യം. അതിന് അന്യദേശത്തുള്ള ആരെങ്കിലും ഈ നാട്ടിൽ പെണ്ണ് ചോദിച്ചെത്തിയിട്ടുണ്ടോ? നിനക്ക് രൂപയിലല്ല നോട്ടം. പാരമ്പര്യം മണ്ണാങ്കട്ട. ഇവളെ താങ്കളെടുത്തോ? നിൽക്കൂ. നീ എന്താ ഇവളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഞാൻ ഇവളെ വിലയ്ക്കുവാണ്. പാരമ്പര്യത്തിന്റെ താക്കോൽ ഞാനാണ് സൂക്ഷിക്കുന്നത്. ഞാനാണെങ്കിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ആൾ. ഞാൻ വിചാരിച്ചാൽ നിങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ഭീഷണിയാണോ? അതെ. എങ്കിലൊന്ന് കാണണം. നോക്കൂ, വിന്തിനപ്പുറം എന്ന് പറഞ്ഞാലും അന്യരൊന്നുമല്ല. അതും മൗര്യദേശം തന്നെ. അല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നല്ലേ? അതെ, ചന്ത കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും പിരിയാം. നിന്റെ പേരെന്താണ്? പറയൂ, നിന്റെ പേരെന്താണ്? എനിക്ക് പേരില്ല. എനിക്കെന്നല്ല, മൗര്യദേശത്തെ സ്ത്രീകൾക്ക് ആർക്കും പേരില്ല. അതല്ല. പേര് മാത്രമല്ല, ചെവിയില്ല, കണ്ണില്ല, നാവില്ല. ഇതൊന്നുമില്ലാത്ത ഏതോ ഒരു മൃഗം. ഈ പറച്ചിലിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഞാനൊരു പേര്. പേരോ? എനിക്കോ? അതെ, നിന്നെ ഞാൻ ആയിഷ എന്ന് വിളിക്കാം.
ബാല്യത്തിൽ വിവാഹിതയാവുകയും കൗമാരത്തിൽ ഗർഭിണിയായി ഒഴിച്ചല്ലപ്പെട്ടു തെരുവിൽ പ്രസവിച്ചു. കുഞ്ഞിനെ കൊന്നുവെന്ന ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരുന്ന ആയിഷ. ഏറെ സൂക്ഷിച്ചു നോക്കിയാൽ ആയിഷയ്ക്കും ഇന്ത്യയും മുഖച്ചായിയുണ്ട്. ഇന്ന് ഞാൻ നിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. നാം അവിടെ എത്തുന്ന പിറ്റേ ദിവസത്തെ പ്രഭാതം എത്തുന്നതായിരിക്കും. പത്രങ്ങളിലും ടിവിയിലും ആയിഷ ആയിഷ. പ്രധാന വാർത്തകൾ അതിർത്തിയിൽ സ്ത്രീകളെ ചന്തയിൽ വിൽക്കുന്നു. ഇല്ല, ഞാനില്ല വിദേശത്തേക്ക്. നിനക്കെന്റെ നാടിനെ കുറിച്ച് അറിയാനിട്ടാണ് ഈ ഭയം. സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിടിച്ചുകൊണ്ടുപോകുന്ന നാദാപുരം അങ്ങാടിയിലെ ചോനകത്തെരുവിലെ ആക്രമികളായ മാപ്പിളമാരെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച ഉണ്ണിയാർച്ചയുടെ നാട്. തീർന്നില്ല. ഒരു സ്ത്രീക്ക് അതിന് കഴിയുമോ? പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിത ദുഃഖങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിച്ചു. പുരുഷാധിപത്യത്തോട് പോരാടി നിൽക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കിയ അജിതയുടെ നാട്. അങ്ങനെ ഒരു നാടുണ്ടോ? ഇലക്കുകളിൽ വീണുപോയ പെൺകുട്ടികളിൽ നിന്ന് ആര് കടന്നു? സ്ത്രീ ഇങ്ങനെയായിരിക്കണമെന്ന് അവസ്ഥധാരണയെ പൊളിച്ചടക്കി അധികാരത്തിന്മേൽ ശുഭ്രപ്പതാകത്തെ KR ഗവിരമ്മയുടെ നാട്. അങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ എനിക്കത് കാണാം. അങ്ങനെ ഒരു നാടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നിന്റെ വരവ് നാട്ടിലൊരു സംഭവമാക്കണം. അതിന് അവിടേക്ക് നിന്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ എടുത്തു. എന്തോ സംഭവിക്കുന്നതിന്റെ മുന്നോടിയാകാം. ശുഭയാത്ര നേരുന്നു. ജീവിതം ചെറുതും ലോകം വലുതുമാണ്. ജീവിതം തുടങ്ങുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഭ്രാന്തമായി സ്നേഹിക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അത്തരം ഒരുത്തിനെ കണ്ടിട്ടില്ല. താങ്കൾ അങ്ങനെയുള്ള ഒരാളാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തീർച്ചയായും സുഹൃത്തെ, ഈ മൗലികത്തിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാ പരാജയങ്ങളും പുതിയതായി ആരംഭിക്കാനുള്ള ഒരവസരമായി കരുതുന്നു. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനിവിടുത്തെ ഒരു ഉപദേശം കൊടുത്തു. അങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ തീർച്ചയായും നീ പോകണം. നിന്റെ യാത്രയിൽ എനിക്ക് തരാനൊന്നുമില്ല. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൗര്യദേശത്ത് നീ ജനിച്ചില്ല എന്ന് കരുതുന്നു. നിനക്ക് ഞാൻ തന്നില്ല. വേണ്ട, എനിക്കൊന്നും വേണ്ട. ചെറിയ ആശങ്കകളോടെയാണ് എന്റെ യാത്ര. ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. മൗര്യദേശത്ത് ഇതുവരെ പിടിച്ചിരുന്ന നിനക്ക്
ശത്രുദേശത്ത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കിട്ടും, ഉറപ്പ്. എന്നിട്ടും നീ ചെല്ലുന്നിടം ദുഷ്കരമാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ യാതൊരു സ്വാതന്ത്ര്യം. ഇതൊരു വിഷത്തായ സൂക്ഷിച്ചു വെക്കുക, ചിലപ്പോൾ ഉപകാരപ്പെടും. ഭ്രാന്തൊരു കവചമാണ്, സുരക്ഷിതമായി സത്യം വിളിച്ചു പറയാനുള്ള കവചം, സുരക്ഷിതമായി സത്യം വിളിച്ചു പറയാനുള്ള കവചം, സത്യം വിളിച്ചു പറയാൻ, സത്യം വിളിച്ചു പറയാൻ. ഇനി നോക്ക്, എന്റെ നാട്ടിലേക്ക് പോകാം. മലകൾ കടന്നു, കാടുകൾ കടന്നു, പുഴകൾ കടന്നു, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഇവിടെ എത്തിയിട്ട് 6 മാസമായിരിക്കുന്നു. വന്നപ്പോൾ മാധ്യമങ്ങളിലെ നായികയായിരുന്നു. എന്നെ കൊണ്ടുവന്നവന് നിരവധി പുരസ്കാരങ്ങൾ. അതും തികച്ചപ്പോൾ അവനും മതിയായി. എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞ കഥകളെല്ലാം സത്യമായിരുന്നെങ്കിലും ഇന്നത് ഒരു ചിത്രകഥയായി മാറിയത് അവൻ പറഞ്ഞില്ല. 8 വയസ്സുകാരിയെയും 80 വയസ്സുകാരിയെയും പീഡിപ്പിക്കുന്ന നാട്ടിലേക്കാണ് അവൻ ധീരവനിതകളുടെ പേരും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്. എവിടെയും സ്ത്രീകൾക്ക് ശരീരം മാത്രമേ ഉള്ളൂ, മനസ്സില്ല. പൗരദേശത്തെ എല്ലാ മനുഷ്യർക്കും ഒരേ മുഖച്ഛായ. ഇവിടെയും ഞാൻ കാണുന്നു മൂപ്പനെയും മകനെയും മറ്റു ഗ്രാമീണരെയും. മൂപ്പന്റെ മകൻ തന്ന വിഷക്കായ പലവട്ടം ഞാൻ കയ്യിലെടുത്തതാണ്. ഇല്ല, സമയമായിട്ടില്ല. ഈ കുഞ്ഞിനെ കണ്ടു. ഇല്ല ഇല്ലേ? ഇല്ല. ചിലപ്പോ നേരിട്ട് കണ്ടാൽ അറിയുമായി. ഇത് പഴയ ഫോട്ടോ അതാവും. നിങ്ങളാരാ? ഈ ചോദ്യം ശരിയാണ്. ഞാൻ ആന. സത്യത്തിൽ ആരുടെ ആരുമില്ല. ആ തിരിച്ചറിയാൻ വൈകുന്നതാണ് എല്ലാത്തിനും കാരണം. സത്യത്തിൽ നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചു വന്നതെങ്കിൽ വെറുതെ സമയം കളയല്ല, മറ്റെവിടെയെങ്കിലും ചോദിക്കും. സമയം കളയരുതെന്നാണ് ചിന്തിക്കുന്നവർ പറയുന്നത്. എന്റെ കയ്യിൽ അത്രയ്ക്ക് സമയമൊന്നുമില്ല. അതിനു മുന്നിൽ ഇവിടെ കണ്ടെത്തണം. ഇവൾ നിങ്ങളുടെ ആരാ? ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ കുഴങ്ങിപ്പോകും. എന്താണ് പറയുക? നിങ്ങൾ തമ്മിലുള്ള ബന്ധം പറയും.
ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അതിന് പേരുണ്ട്. അത് പറയും. അത് പറയുമ്പോൾ ആ ബന്ധം മറ്റു പോകുന്നു എന്നൊരു സംശയം. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും പറ്റില്ല. ഈ ബന്ധം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിൽ അറ്റുപോകാവുന്ന താൽക്കാലിക അവസ്ഥയാണ്. അത്ഭുതം തന്നെ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത്രയും പ്രായമാകണം. മൗര്യദേശത്ത് പണം സൃഷ്ടിക്കുന്ന ബന്ധങ്ങളേയുള്ളൂ. അതല്ല, അത് ഇച്ചിരിയാണ് ഏറെ വൈകി. ഏത് ബന്ധങ്ങൾ അറ്റുപോകുമ്പോഴും ചെറിയൊരു വിഷമത്തിൽ അവസാനിക്കും. പക്ഷെ രക്തബന്ധത്തെ ഏത് നിർവചനത്തിൽപ്പെടുത്താൻ ആശിച്ചു. അത് പറയാം. ഈ ലോകം മറിയറിയാത്ത മണ്ണനാണ് ഞാൻ. എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടാവും. അല്ലേ? എല്ലാവർക്കും അങ്ങനെ തോന്നും. ഭ്രാന്ത് പിടിച്ചിരുന്നുവെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ജയിലിലായി. ജയിലിലോ? 10 വർഷത്തെ ശിക്ഷ. അതും പോക്സോ നിയമപ്രകാരം. എന്ന് വെച്ചാൽ ഇവൾ അതിന് ഒരു മകൻ എനിക്ക് കേസ് കൊടുത്തു. അമ്മയില്ലാത്ത കുഞ്ഞായിരുന്നു. ഞാൻ പൊന്നുപോലെ വളർത്തിയവൾ. കാട്ടിൽ പേരെടുത്ത് ഗുണ്ടയുമായി അവൾക്കുള്ള അടുപ്പത്തെ ഞാൻ ചോദ്യം ചെയ്തു. ഞാനൊരു അച്ഛനായി. 17 വയസ്സ് മാത്രം പ്രായമുള്ള അവളും എതിർത്തു, ഉപദേശിച്ചു, കരഞ്ഞ് കാല് പിടിച്ചു. ഒടുവിൽ പോലീസ് എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയാണ് ഞാൻ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവളെ തെരഞ്ഞു നടക്കുന്നത്? ഒന്നിനുമല്ല, ഒരു വാക്ക് ചോദിക്കാനായി. ആരും കാണാൻ ഒരല്പം വിഷം തന്നെ കൊല്ലാമായിരുന്നില്ലേ എന്തോ. ബന്ധങ്ങൾ ചുരുട്ടിയ മുഷ്ടിക്കുള്ളിലെ മണൽത്തരികളാണ്. എത്ര മുറുകെ പിടിക്കുന്നുവോ അത്രയും നിലത്തൂർന്ന് വീഴും. നിനക്കെന്താ പറ്റിയത്? കുറെ വാചകം അടിച്ച ഞാൻ അവളെ കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിൽ മുഖത്ത് നോക്കാൻ ഒരു മടി. നിന്റെ വർത്തമാനം കേട്ടാ തോന്നും നീയൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാനത് ചോദിക്കട്ടെ, ഈ നാടായി മുഴുവൻ നടന്ന് നിനക്ക് എവിടെ നിന്ന് പെണ്ണുങ്ങളെ കിട്ടുന്നത്?
സൗകര്യം നാം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം. എന്നാലും ഭയങ്കരമാണ്. ഈ നാടായിട്ടുള്ള തെറ്റ് നടന്നവർക്ക് എങ്ങനെയാണ് ഇവിടെ പെണ്ണുങ്ങളായിട്ട് എത്താൻ പറ്റുന്നത്? അതിനെന്നെ മറ്റൊരാൾ സഹായിക്കുന്നുണ്ട്. അതായി ഇവൻ തന്നെ. അത് തോക്കല്ലേ? അതെ, ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇവൻ തരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. ഒന്നൊന്നര ധൈര്യമാണ്. അവളുമായി സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാണ്. നീ കാണിക്കുന്നത് തരികളിടണം. നിനക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കും. മനസ്സിലായില്ല. നീ എവിടെയെങ്കിലും പോയി പെണ്ണുങ്ങളെ കൊണ്ടുപോയി പിന്നെ അവരെ മയക്കെടുക്കേണ്ട ചുമതല എനിക്കും. അതല്ലാതെ നിനക്കെന്താണ് ഇവിടെ പണി? ജീവൻ പോലും മണയപ്പെടുത്തിയിട്ട ഓരോരുത്തരെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു. നീ ഇന്നാൾ കൊണ്ടുവന്ന പെണ്ണിൽ അവൾ ഓടിക്കേറിയത് പോലീസ് രക്ഷിക്കാം. ഓ, പിന്നെ അവളെ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചത് എനിക്ക് മാത്രം അറിയുള്ളൂ എന്റെ ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ പണി ഇതാണെങ്കിലും പുറത്തൊക്കെ മാന്യന്മാരാണ്. ആ കാര്യം നീ മറക്കണ്ട. അത്രയ്ക്ക് മാന്യനാണെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. എനിക്ക് വേറെ സ്ഥലമുണ്ട്. അവളെ കൊണ്ട് നീ ഇപ്പൊ ഞാൻ കൊണ്ടുപോകും. പിന്നെ അവള് നിന്നെ കാത്തിക്കും. നീ എന്നെ അവളെ കാണിച്ച് പേടിപ്പിക്കല്ലേ? നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. അതെ, ശരിക്കും അറിയില്ല. നീ പറയാറില്ലേ ആ മൗര്യദേശത്ത് മുമ്പ് അതാണെങ്കിൽ വേണ്ടി വന്ന നിന്റെ അമ്മയെ ഒന്ന് കുഴിച്ചേവൾ. പിന്നെ വേണ്ട വേണ്ട, നീ ആളെ നോക്കണ്ട. നല്ലത്. ഞാൻ ഒരു പത്രപ്രവർത്തകൻ, പത്രക്കാർ, പോലീസുകാർ, ദേശികർ എന്നിവരുമായി ആരും വഴക്കിന് പോവാറില്ല. വഴക്കിന് പോയാൽ നാണം കെട്ടിക്കൊള്ളു. ഇത് ഒരു കൂട്ടു ബിസിനസ്സാണ്. പലപ്പോഴും നീ അത് മറക്കുന്നു. പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ അവളുമാരെ റൂട്ടിലെത്തിക്കേണ്ട വിഷമം പിടിച്ച ജോലിയായിരിക്കും. ഓക്കെ, അതെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. നീ അവളുമായി സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കും. ഞാൻ മാറി നിൽക്കാം. കുഴപ്പമില്ലെങ്കിൽ മാത്രം എന്നെ വിളിച്ചറിയും. मगर मुझको लौटा तो बचपन का सब
വിടർന്ന കണ്ണുകൾ. കാമരസം പുരണ്ട ചുണ്ടുകൾ. കടുകെണ്ണയുടെ ഗന്ധം. നീ ഇപ്പോൾ മനോഹരിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. സിവിയുടെ സുഭദ്രയെ പോലെ അല്ലേ? അതാരാ? മനസ്സിലായില്ല. അത് എന്നെ ഇവിടെ കൊണ്ടുവന്ന നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി. അതെങ്കിലും നീ പെട്ടെന്ന് കിട്ടിയ നിന്റെ ഫോട്ടോ കണ്ട് ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതും നിന്റെ നാട്ടിൽ നിന്നത്തെ ഫോട്ടോ. അതിന് നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? ബന്ധമെന്ന് പറഞ്ഞാൽ നിന്റെ നാട്ടിലേക്ക് പോലെ തന്നെ. അവൻ ഇന്ന് വലിയ വിലയ്ക്കാണ് ഞാൻ നിന്നെ വാങ്ങിയിട്ടുള്ളത്. എന്റെ നാട്ടിലെ സ്ത്രീകളെ പരസ്യമായാണ് വിൽക്കുന്നത്, ചതിച്ചല്ല. അത് എന്തെങ്കിലും ആവട്ടെ, അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ നാട്ടിലെ സ്ത്രീകളെ വാങ്ങുന്നവരാണ് അവളുടെ മുതലാളി. അവൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അവൻ ഇന്ന് പ്രസിദ്ധനായ പത്രപ്രവർത്തകനാണ്. അതും നിന്റെ കഥയാണ് അവനെ പ്രസിദ്ധനാക്കിയത്. എല്ലാം കഴിഞ്ഞ് നേടേണ്ടത് നേടിയപ്പോൾ അവന് ഞാനൊരു ബാധ്യതയായി. അവനിൽ നിന്ന് വലിയ വിലയ്ക്കാണ് ഞാൻ നിന്നെ വാങ്ങിയിരിക്കുന്നത്. എന്റെ നാട്ടിലെ സ്ത്രീകളെ മൃഗങ്ങളെ പോലെയെങ്കിലും കരുതുന്നു. ഇവിടെ സ്ത്രീ എന്നാൽ വെറും ശരീരം മാത്രമാണ്. അത് തീരുമാനേ. നീ ഇപ്പോൾ എന്റെ കൂടെ വന്നേ മതിയാവും. ഞാൻ വരാം. അതിനു മുൻപ് എന്നെ ഇവിടെ കൊണ്ടുവന്നവരെ എനിക്ക് കാണണം. അതിനുശേഷം ഞാൻ എവിടെ വേണമെങ്കിലും വരാം, ഉറപ്പ്. സത്യം? എന്നെ വിശ്വസിക്കാം. ശരി. അവൻ ഇവിടെ തന്നെയുണ്ട്. നിന്റെ മുഖത്ത് നോക്കാനുള്ള വഴി കൊണ്ട് അവൻ മാറിക്കൊണ്ടതാണ്. ഇങ്ങോട്ട് പോലെ ഇവിടുത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പോകാം. നാളെ വരും. എന്റെ ദിവസമാണ് നാളെ നിങ്ങളുടെയും. എത്ര ദിവസമായി കണ്ടിട്ട് എവിടെയായിരുന്നു? കുറെ യാത്രകളുണ്ടായി. നോവലിലെയും കഥകളിലെയും കവിതകളിലെയും പോലെ ഇനിയും ഏറെ കഥാപാത്രങ്ങൾ ബാക്കിയുണ്ടല്ലോ അല്ലേ? ആയിഷനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരിക്കലുമല്ല. എനിക്ക് നിങ്ങളോട് തീർക്കുന്നില്ല. പോരെ? അല്ലെങ്കിൽ നീ വിളിക്കുകയാണ്. നിന്റെ ചിരിക്ക് എന്താണ് കാണുന്നത്? എന്റെ ചിരി മാത്രം ആസ്വദിച്ചാൽ മതിയോ? പിന്നെ എന്നെ വേണ്ടേ? എന്റെ യജമാനൻ ശരിക്കും അങ്ങാണ്. അതെന്നെ ബോധ്യപ്പെടുത്തണം. എന്നോടൊപ്പം അല്പനേരം ശയിക്കണം. ഞാൻ വിസമ്മതമൊന്നും പറയുന്നില്ല. പോരെ? ശരി, നമുക്ക് പോകാം. ഭാഗ്യം, അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലോ.
സഹകരിക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ അവളിവിടെ പോകാൻ. എന്നാലും അവൻ ഓരോ യാത്രയിലും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? അവൻ ഈ കാര്യത്തിൽ മിടുക്കനായിരിക്കും. നമ്മളൊന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അവർ ഇന്ന് ആഘോഷിക്കട്ടെ. സംഗതികളെല്ലാം ശുഭമായി വരട്ടെ. നാളെ ഞാനൊരുക്കിയ പ്രണയത്തിന്റെ ശയ്യാഗ്രഹത്തിൽ ഒരു കുഞ്ഞിനെ പോലെ അവൻ എന്നോട് ചേർന്ന് കിടന്നു. വിഷക്കായ അരച്ചു പുരട്ടിയ സ്ഥലങ്ങൾ നുകർന്നു. നൂരയും പതിയും വന്നവൻ അവിടെ കിടന്ന് കൈകാലി കളിക്കുകയാണ്. ഞാൻ അവന് മരണത്തിന്റെ ശിക്ഷ വിധിച്ചു. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിന്നെപ്പോലുള്ള പീള പെണ്ണില്ലാത്ത എന്നെ കൊല്ലാമെന്ന് വിചാരിച്ചോ? നിനക്ക് ഞാൻ മരണം വിധിക്കുന്നു. ഒരഹങ്കാരം കൂടിയുണ്ട് എനിക്ക്. പെണ്ണിന്റെ വിശ്വാസത്തിൽ ആടിയലയും ഈ നാട്ടിൽ. പെണ്ണായി ജനിച്ച് പെണ്ണായി ജീവിച്ച് പെണ്ണായി മരിക്കണമെന്ന് വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ.